ഇതെന്താണ്? ഇത് വളരെ വിലപിടിച്ചതാണെന്ന് തോന്നുന്നു. ഇന്ന് എനിക്ക് ജാക്ക് പോട്ട് തന്നെ. ഇവരുടെ എല്ലാം പ്രജാപതിയായി ഞാൻ മാറാൻ പോകുന്നു. അത് ശരി, നിങ്ങൾ നേരത്തെ മുഖംമൂടിയൊക്കെ ഇട്ട് തോറ്റുപോയതല്ലേ? അതിന് ജാക്കി ചാനാണ് പ്രധാന കാരണം. ശരിയായിരിക്കാം, പക്ഷെ ഇത്തവണ ഇത് നടക്കില്ല. ഷെഡോക്കൻ എല്ലാവരും എനിക്ക് അടിമയാവാൻ പോവുകയാണ്. എന്തെന്നാൽ ഈ മുഖംമൂടി എന്റെ അടുത്ത് നിന്ന് ആർക്കും വാങ്ങാൻ പറ്റില്ല. തട്ടിക്കൊണ്ട് പോയല്ലോ. എനിക്ക് മീനെന്ന് വെച്ചാ ഇഷ്ടമല്ല. ഭീമ, പോ, വേഗം പോ. ഇവനെ വിട്ടിട്ടോ? ഈ കുട്ടി പിശാചിനെ കടലിലേക്ക് തള്ളിയിടട്ടെ. ജൂലി, നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ആ കടലിൽ മീൻ പിടിക്കാൻ വന്നതാണ് ജാക്കി. എന്റെ മുഖംമൂടിയെ മര്യാദക്ക് തന്നേക്കോ ചാൻ. ഇല്ലെങ്കിൽ ഈ കടലിലുള്ള സ്രാവ് നിന്റെ പരിപ്പിളക്കും. അതുകൊണ്ട് നീ എന്ത് തീരുമാനം എടുത്തു മോനെ? കുട്ടിയോ അതോ മുഖംമൂടിയോ? ഏയ്, എവിടെ പോവാ? ഹേയ്, വിടടാ. ഇന്നാ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ നടക്കുന്നത്? ഭീമ, ബോട്ട് സ്റ്റാർട്ട് ചെയ്യേ, വേഗം. പിന്നെ കാണാം ഫ്രണ്ട്സ്. വികടനാഗനക്ക് മനസ്സിലായാൽ നമ്മുടെ എല്ലാവരുടെയും കഥ കഴിഞ്ഞത് തന്നെ. അങ്കിൾ, ഞങ്ങൾ വന്നു. ഈ പ്രാവശ്യം മുഖംമൂടി ആരുടെ തലയിലും ഇടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതെ, ഞങ്ങൾ സമ്മതിക്കില്ല. എനിക്ക് ഇവിടെ നിന്ന് ആദ്യം പോയി റെസ്റ്റ് എടുക്കണം. ഇത് വിശ്രമിക്കാനുള്ള സമയം അല്ലടാ ഭീമ. ജാപ്പനീസ് ഡിക്ഷണറി വെച്ച് അടുത്ത മുഖംമൂടി എവിടെയാണുള്ളതെന്ന് ഞാൻ കണ്ടുപിടിച്ചടാ. രാക്ഷസനെ എങ്ങനെയാ നശിപ്പിക്കേണ്ടതെന്നുള്ളത് നീ തന്നെ കണ്ടുപിടിക്കണം. അതിനുശേഷം ഈ പ്രശ്നങ്ങൾക്കൊരു അവസാനവും കണ്ടെത്തണം. ഓക്കേ അങ്കിൾ. ഇനിയൊരു കാര്യം, കട വൃത്തിയാക്കാൻ നീ ഒരിക്കലും മറക്കരുത്. ഓക്കേ അങ്കിൾ. ഇനിയൊരു കാര്യം, സിങ്കില് വെള്ളം നിറഞ്ഞിരിക്കുക, അതെടുത്ത് കളയാൻ മറക്കരുത്. ഓക്കേ അങ്കിൾ. ഇനിയൊരു കാര്യം, ആദ്യം പോയി കുളിക്കടാ. നാറിയിട്ട് അടുത്ത് നിൽക്കാൻ വയ്യ, മാറി നിൽക്കടാ. ഇനിയൊരു കാര്യം, എനിക്ക് ഒരു കാര്യവും ഇനി അറിയണ്ട. എന്തിനാടാ നീ അങ്കിളിനെ എതിർത്ത് സംസാരിക്കുന്നത്? നിന്നെ ഞാൻ എങ്ങനെയൊക്കെ നോക്കിയതാ, ചോറ് തന്ന് വളർത്തിയതല്ലേടാ. വയറ് നിറച്ച് തിന്നിട്ട് ഈ അങ്കിളിനെ നീ എതിർത്ത് സംസാരിക്കുന്നു അല്ലേടാ. ഇതാണോ നീ എനിക്ക് കാണിക്കുന്ന നന്ദി? ഞാൻ പാചകം ചെയ്തു, ജോലി ചെയ്തു, ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ ചുറ്റി കറങ്ങി വന്നില്ലേ. എന്നാൽ ഒരു കാര്യത്തിനല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഞാൻ അങ്കിളിനോട് സംസാരിക്കുകയില്ല. എന്താ ഇത്, കൊച്ചുകുട്ടികളെ പോലെ? നിങ്ങൾ രണ്ടുപേരും ഒരു കുടുംബമല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിക്കാനുണ്ട്. ജാക്കി, ആ മുഖംമൂടിയെ കുറിച്ച് ഈ ബുക്കിൽ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. വികടനാഥനേക്കാൾ ബലശാലിയായിരുന്നു. 9 സൈന്യാധിപരിൽ ഇവനായിരുന്നു മിടുക്കൻ. ജാക്കി, ശബ്ദമില്ലാതെ ആ സൂപ്പ് അവനോട് കഴിക്കാൻ പറയടാ നീ. അങ്കിൾ എന്താ പറയുന്നെന്ന് വെച്ചാ? ജൂലി, ഞാൻ എന്റെ ഇഷ്ടപ്രകാരമേ എന്തും കഴിക്കുള്ളൂ എന്ന് പറ അങ്കിളിനോട്. അവനോട് ഈ അങ്കിൾ റിസർച്ച് ചെയ്യുമ്പോ ഒരു ശബ്ദവും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞേക്ക്. നിങ്ങൾ നന്നായിട്ട് വായിക്കുന്നുണ്ടെന്നാ അങ്കിൾ പറഞ്ഞത്. വായിക്ക്. ഇവൻ അത്ഭുതകരമായ സൈന്യാധിപനാണ്. ഇവൻ 2ാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. ഷാഡോ കോണിന്റെ രാജാവ്. വികടനാഥന് ഇവനെ വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ അത്രേ ഇതിലുള്ളൂ. ഈ മുഖംമൂടിയെ കുറിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. അത് ശരിയാ. ഈ മുഖംമൂടിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര വിഷമല്ലേ ജൂലി? കഴിയും. അതിന് ഞാനൊരു വഴി പറയാം ജാക്കി. ജീവനില്ലാത്ത സാധനത്തിന് ജീവൻ തരുന്ന ഈ മാന്ത്രിക കല യൂസ് ചെയ്യാം ജാക്കി. ഈ ദുഷ്ടശക്തികൾക്ക് ജീവൻ നൽകുന്നത് ശരിയാണെന്ന് അങ്കിളിന് തോന്നുന്നുണ്ടോ?